എടാ ദാസപ്പ, അവന് പെണ്ണ് വേണ്ട, കള്ള് വേണ്ട, പണം വേണ്ട. CI മഹാദേവൻ. അവനാര്, മഹാബലിയുടെ അനിയനോ അതോ മഹാവിഷ്ണുന്റെ ചേട്ടനോ? എന്താ ഏട്ടാ പ്രശ്നം? എടാ ദാസപ്പ, എന്റെ സ്വാതന്ത്ര്യം പോയി, പ്രസ്റ്റീജ് പോയി, ഇപ്പൊ വരുമാനവും പോയടാ. നിനക്കറിയോ, സർവീസിൽ കയറിയ അന്ന് മുതൽ ഇന്ന് വരെ എന്റെ പണം കൊടുത്ത് ഞാൻ കുടിച്ചിട്ടില്ല. അത് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ ചേട്ടൻ പരമവാസാണെന്ന്. നീ പണിയാതെ പറയണേക്കടാ. ഇപ്പൊ ഞാൻ എന്റെ പണം കൊടുത്താ കുടിച്ചോണ്ടിരിക്കുന്നത്. ഇതിന്റെ നഷ്ടം നിന്റെ തണ്ട അല്ല, ഒറ്റ തണ്ട നോത്തൂടാ. സ്വർഗപ്പൂങ്കാവനം പോലെ കിടന്നിരുന്ന എന്റെ സ്ഥലം കേവലം പോലീസ് സ്റ്റേഷനാക്കി മാറ്റിയില്ലടാ അവൻ. ഈ മഹാദേവൻ വരുന്നതിന് മുമ്പ് ഞാൻ എന്ത് ധനികനാണെന്ന് എനിക്കറിയോ. ഇപ്പൊ ഒക്കെ പോയി. അവനെ വീറപ്പനെ കൊണ്ട് റാഞ്ചിക്കും. ജനകം പറ്റില്ലടാ നഷ്ടങ്ങള്. എന്ത് ചെയ്യാൻ പറ്റും ചേട്ടാ? ശ്രീരാമന് ലക്ഷ്മണനെ പോലെ നീ എന്റെ ആത്മാർത്ഥ അനുജനല്ലേ, നീ എന്നെ സഹായിക്കണം. അവന്റെ കാര്യം ഞാൻ ഏറ്റേട്ടാ. അവന്റെ സിനിമ ഭ്രാന്ത് വെച്ച് നമുക്കൊരു കളി കളിക്കാം. ഞാനൊരു മിമിക്രിക്കാരെന്ന് ചേട്ടൻ അറിയാലോ. ആരുടെ ശബ്ദം വേണമെങ്കിലും ഞാൻ എന്നെയിരിക്കും. അയാളുടെ മുമ്പ് ചെന്ന് മിമിക്രി കാണിച്ച് സസ്പെൻഷൻ വാങ്ങിക്കാനുള്ള പ്ലാനാണോ? അല്ല ചേട്ടാ, അയാൾ പ്രിയദർശന്റെ മോഹൻലാലിന്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് നടക്കല്ലേ. അതിന് നിനക്ക് അയാളെ കോടാശ്ശേരി വനത്തിലേക്ക് കയറ്റി വിടാൻ പറ്റുമോ? കോടാശ്ശേരി വനോ? അയ്യോ, അവിടെയല്ലേ രണ്ടാൾക്കാരെ ഇന്നാളെ ആന ചവിട്ടി പീച്ചിയത്. പീച്ചട്ടടാ, നിനക്ക് അയാളെ അവിടെ എത്തിക്കാൻ പറ്റുമോ? അത്രേ ഉള്ള കാര്യം. അത് വെരി ഈസിയാണ് ചേട്ടാ. നമുക്ക് എച്ച് ഡി ബുത്തരൊന്ന് പോവാം. ആരെ വിളിക്കാൻ? അത് സസ്പെൻസ്, ഇത് എക്സ്പെൻസ്. ചക്കവർത്തത്. ഇവരുടെ അടുത്തുള്ള സ്കൂളില് മലയാളം പറഞ്ഞാ 10 രൂപ ഫൈനാ. ഹലോ മോളെ, അച്ഛനുണ്ടോ? ഞാൻ സംവിധായകൻ പ്രിയദർശന. അച്ഛനെ വിളിക്ക്. അച്ഛാ, ഡയറക്ടർ പ്രിയദർശൻ വിളിക്കുന്നു. പ്രിയദർശന? ഹലോ, ഞാൻ CI മഹാദേവനെ സംസാരിക്കുന്നേ. ഞാൻ ഡയറക്ടർ പ്രിയന. ഹലോ, പ്രിയ എവിടെ വിളിക്കുന്നേ? ഞാനിവിടെ ബോംബെന്ന്. ബോംബെന്നാ? എന്താ വിശേഷം? എനിക്ക് സാറിനെ കൊണ്ടൊരു സഹായം വേണമായിരുന്നു. എന്നെ കൊണ്ടൊരു സഹായോ? ഡയറക്ടർ പ്രിയദർശന? എന്നെ സാറിനൊന്നും വിളിക്കണ്ട പ്രിയ, ഞാൻ പഴയ മഹാദേവൻ തന്നെയാണ്. എന്താ കാര്യം? ഞാൻ അടുത്ത മലയാള പടത്തിന്റെ ഷൂട്ടിങ്ങിന് വരുന്നത് കോടാശ്ശേരി മലയിലാണ്. ഷൂട്ടിങ്ങോ? കോടാശ്ശേരി മല എന്റെ സർക്കിൾ പട്ടാണ്. ഞങ്ങൾക്ക് പോലീസ് സെക്യൂരിറ്റി വേണം. എന്ത് വേണമെങ്കിലും തരാം. തന്നെയുമല്ല, സാറിതിൽ അഭിനയിക്കുകയും വേണം. ഞാൻ അഭിനയിക്കണോ? ഞാനും പ്രിയനൊക്കെ പണ്ട് നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ നാളത്തെ ഫ്ലൈറ്റ് വരുന്നുണ്ട്. എന്റെ കൂടെ മിസ്റ്റർ മോഹൻലാൽ ഉണ്ട്. ഞാൻ വിളിക്കാം. ലാലേ, ദാ മഹാദേവൻ സാർ വിളിക്കുന്നു. എന്താ സാറേ? ഞാൻ മോഹൻലാലാ. സുഖം തന്നെ അല്ലേ? ലാൽ ധൈര്യമായിട്ട് വന്നോ? ഇവിടുത്തെ കാര്യമൊക്കെ ഞാൻ ഏറ്റി. ഞാൻ പ്രിയന് കൊടുക്കാം. നാളെ ഞങ്ങളെത്തും. മറ്റന്നാളാ ഷൂട്ടിങ്. സാർ അവിടെ വന്നാൽ നമുക്കൊന്ന് കൂടാം. എങ്കിൽ നാളെ വരുമ്പോ പോലീസ് സ്റ്റേഷൻ വരാം. വേണ്ട, നാളെ സാർ ഒറ്റയ്ക്ക് വന്നാൽ മതി. പോലീസ് ഫോഴ്സ് മറ്റന്നാൾ മതി. അല്ല, പ്രിയനൊന്നും വിചാരിക്കരുതേ. എന്റെ റോൾ എന്താണെന്ന് അറിഞ്ഞാ അത് വേഷം എന്താണെന്നോ? അത് ആദിവാസികളുടെ കഥയാ. മോഹൻലാലും സാറും ഒക്കെ ആദിവാസികളാ. ഞാൻ ലാലിന്റെ കൂടെ. അതെ സാർ. അപ്പൊ നാളെ അവിടെ എത്തിയിരിക്കും. ഓക്കെ പ്രിയ, ഓക്കെ. ഇടി ആദിവാസികളുടെ കഥയാ. 8 ഹിന്ദി പടമാ പ്രിയം ചെയ്യാൻ പോകുന്ന. പ്രിയദർശൻ നല്ല ഡയറക്ടറാ. ശരിക്കും നാഷണൽ അവാർഡ് കിട്ടേണ്ട ആളാ. അതെന്താ? നിങ്ങൾക്ക് പറ്റിയ വേഷമാണ് തന്നിരിക്കുന്നത്. ആദിവാസി. ഐസ്ക്രീം, ഒരു ഐസ്ക്രീം തന്നെ. ആ ചാക്കോബാർ തന്നെ നാട്ടാ. ഒരെണ്ണം കൂടി തന്നേരി. ആളുകൾ വെള്ളം ഉണ്ടാക്കണേ സാറേ. അതെ, ഷൂട്ടിങ്ങിന്റെ ബോർഡ് വെച്ചിട്ടുണ്ടല്ലോ. അത് പ്രിയൻ എനിക്ക് വഴി തെറ്റാതിരിക്കാൻ വേണ്ടി വെച്ചതാണോ? ഷൂട്ടിംഗ് നാളെയല്ലേ സാർ, എന്തിനാ ഇന്ന് പോകും? ഞങ്ങൾ കണ്ടിട്ട് കുറച്ച് നാളായല്ലോ. പഴയ ടീമല്ലേ. നേരത്തെ വരണമെന്ന് പ്രിയൻ പ്രത്യേകം പറഞ്ഞിരുന്നു. അതെ അതെ, നല്ലവരെയൊക്കെ ദൈവം നേരത്തെ വിളിക്കുമല്ലോ. അല്ല, നടന്മാരെയൊക്കെ നേരത്തെ വിളിക്കുമല്ലോ എന്ന് പറയായിരുന്നു. ഗായകന്മാരുടെ വല്ല വേക്കൻസി ഉണ്ടെങ്കിൽ എനിക്ക് വേണ്ടി ഒന്ന് റെക്കമെൻഡ് ചെയ്യാം. നോക്കട്ടെ, നീ പോയിക്കോ, ഞാൻ വിളിക്കാം. നാളെ രാവിലെ പോലീസുകാരുമായി മേലോട്ട് വന്നാൽ മതി. സാറേ, ഒരു മിനിറ്റ്. അവസാനമായിട്ട് ഞാൻ സാറിന് ഒന്നുകൂടി കണ്ടോട്ടെ.
അല്ല സിനിമയിലൊക്കെ കയറി കഴിഞ്ഞാ പിന്നെ കാണാൻ പറ്റിയില്ലെങ്കിലേ. സന്ധ്യയായെന്ന് തോന്നുന്നു. ഇതെന്താ ഇവിടെ ആരും കാണുന്നില്ലല്ലോ? പ്രിയം വന്നില്ലേ? നിങ്ങളൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റുകളായിരിക്കില്ലേ? നല്ല കോസ്റ്റ്യൂംസ്. കുന്തത്തിന്റെ മുന എന്റെ തോക്കണ്ടേട്ടാ, എല്ലാത്തിനും ഫയർ ചെയ്യും ഞാൻ പ്രിയനോട് പറഞ്ഞ എല്ലാത്തിനും ചാൻസുകളായി പറഞ്ഞേക്കാം. ഞാനൊന്ന് ഒച്ച വെച്ചേ ഉള്ളൂ, ഓടിക്കളഞ്ഞു പേടിത്തുറിയത്. ഫോറസ്റ്റിലൊക്കെ ഷൂട്ടിംഗ് വരുമ്പോ എന്നെ പോലെ ധൈര്യം വേണ്ടേ? ചിലപ്പോ ഞാൻ സി ആണെന്ന് മനസ്സിലായി കാണും. ഞാൻ എന്താടോ ആരെയും കാണുന്നില്ലല്ലോ? അയാൾ ഒറ്റയ്ക്ക് വരുമെന്നല്ലേ ബോസ് പറഞ്ഞേ? ആ സാരമില്ല, ഇനിയും സമയമുണ്ടല്ലോ. കയ്യോ കാലോ തല്ലി ഓടിക്കാൻ അതിന് മാത്രം നേരമൊന്നും വേണ്ടോ? മഹാദേവൻ പോലീസ് ഫോഴ്സുമായാ വരുന്നത്. അതെ അതെ, സോറി, ഞാൻ അറിഞ്ഞില്ല. അത് പറ്റിപ്പോളല്ലേ? ഒരു ആന വന്നിട്ടുണ്ട്, ആന കൊമ്പനാണ്, സൂക്ഷിക്കണേ. എനിക്ക് ടൈമില്ല, അതാണ് സോറി. ഇതാരാ കാട്ടി പൊതിച്ചുകൂടി നടക്കണേ? ഒരു ആന ഇറങ്ങിയിട്ട് തട്ടി വീണ ചതഞ്ഞു പോവും. ഇതാ നീയല്ലടാ തീവ്രവാദി രാജു. അനങ്ങി പോകരുത്, ഫയർ ചെയ്യാൻ. പിടികൊണ്ടവനോടെ ശരിയാക്കാം. കൺഗ്രാചുലേഷൻസ് മിസ്റ്റർ മഹാദേവൻ. നിങ്ങൾ ഇത്ര പെട്ടെന്ന് പ്രതിയെ പിടിക്കുമെന്ന് കരുതി. താങ്ക് യു സാർ. ഇവൻ കോടാശ്ശേരി മലയിലുണ്ടെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ഒന്നും പറയണ്ട സാർ, ഇവനെ പിടിക്കാനല്ല സാർ എനിക്ക് ബുദ്ധിമുട്ട് വന്നത്. മറ്റവനുമായി ഞാൻ 1 മണിക്കൂറോളം മൽപ്പിടുത്തം നടത്തി. തലനാരിഴക്കാൻ അവൻ രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ അവനെ ഞാൻ പിടിച്ചനെ. ഒരു വശത്ത് ആനയുടെ ശബ്ദം, മറുവശത്ത് കുറുക്കന്റെ ശബ്ദം, പക്ഷെ വെടിയവനിട്ട് കൊണ്ടു. സോറി സാർ, പെർമിഷൻ വാങ്ങാതെ ഞാൻ ഫയർ ചെയ്തത് സെൽഫ് പ്രൊട്ടക്ഷൻ വേണ്ടി. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഓക്കെ. ഒറ്റയാന്റെ പീച്ചയിൽ ഇയാൾ എങ്ങനെ രക്ഷപ്പെട്ടു? ചേട്ടനല്ലേ പറഞ്ഞ മലയിലേക്ക് കയറ്റി വിട്ട പിന്നെ തിരിച്ചു വരും എന്നാണ് എന്നോടും പറഞ്ഞത്. ആര്? നീയല്ലേ എന്നോട് പറഞ്ഞു ആ വഴി ആര് പോയാലും ആന കുത്തിക്കൊല്ലുമെന്ന്. എന്നാലും ഒരു എരുമ പോലും ഇയാളെ കണ്ടില്ലല്ലോ. ഇനി ആനയും ഇയാള് ഫ്രണ്ട്സ് ആയി കാണൂ. എന്നിട്ട് ആ വെടികൊണ്ട് വീണവൻ എവിടെ പോയി? അവൻ ഈ സിറ്റിയിലെ ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും കാണും. കംപ്ലീറ്റ് ആശുപത്രി ഞാൻ അരിച്ച് പെറുക്കും. റിയലി? നിങ്ങൾ ഇത്രയ്ക്ക് ധീരനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എനിവേ, എന്നെ ഇങ്ങനെ പുകഴ്ത്തരുത് സാർ, Keep it ഞാൻ up. പാവം ധീരനാ. ഞാൻ വരട്ടോ? വണ്ടിയുടെ ലക്ഷ്മി നഴ്സിംഗ് ഹോമിലേക്ക് പോട്ടെ. ആദ്യത്തെ സെർച്ച് അവിടെ തന്നെ. ആ സാറിന്റെ വൈഫിന്റെ നഴ്സിംഗ് ഞാൻ കർമ്മനിരതനായ ഒരു പോലീസ് ഓഫീസറാണ്, എനിക്ക് പക്ഷപാതമില്ല. Proceed. പോരെ. അതെയോ? രാജുവിനെ പോലീസ് പിടിച്ചെന്ന് ബോസ് അറിഞ്ഞോ? അറിഞ്ഞു. ഉടനെ മിനിസ്റ്ററെ വിളിച്ച് പറഞ്ഞു. അയാളെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. റോബർട്ട് പേടിക്കണ്ട, തന്നെയാലും തിരിച്ചറിയില്ല. നിങ്ങൾ കേട്ടോ, അത് പ്രസവ മുറിയാണ് സാർ. അതിന് ഇവിടെ ആണുങ്ങൾ ഉണ്ടാവില്ല, നമ്മൾ റോബർട്ട് തന്നെ വന്നേക്കണ്. എന്താ സാർ? ഇതിനകത്ത് ആണുങ്ങളുണ്ടോ? ഇത് പ്രസവമുറിയാണ് സാർ. അതുകൊണ്ടാ ചോദിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഇത് പ്രസവ മുറിയാണെന്ന്. എന്താടോ? ഒന്നുമില്ല സാർ. എന്താടോ? ഒന്നുമില്ല സാർ. എന്താണോ തന്റെ പേര്? മഹേശ്വരൻ. എന്താടാ കാര്യം? എന്റെ മോള് ഒളിച്ചോടിപ്പോയി. അതിന് പരാതി ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷൻ കൊടുക്കണം, അല്ലാതെ പ്രസവമായിട്ട് എന്താ കാര്യം? ഒളിച്ചോടിയിട്ട് 10 മാസം കഴിഞ്ഞു. ഇവിടെ കാണും ഉണ്ടോന്ന് അന്വേഷിക്കാൻ വന്നതാണ്. ഓ, ഈ ആശുപത്രിയിൽ ഈ മുറിയിലുണ്ടോന്ന് അറിയാനല്ലേ? ഇയാളുടെ അന്വേഷണം കറക്റ്റ് ആണ് സാർ. മകളെയും ചെറുമകളെയും കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വന്ന താനെങ്ങാണ്ട് പോണ്ട. പോടോ പോടോ. നീ ആരാടാ വെടികൊണ്ട് കിടക്കുന്ന തീവ്രവാദി? അല്ല സാർ. പിന്നെ നീ ആരാടാ? ഞാൻ ഡയറക്ടറാണ് സാർ. ഡയറക്ടറോ?
ഏതൊക്കെ പടം ഡയറക്ട് ചെയ്തിട്ടുണ്ട്. ഞാനും ചെറുതായിട്ടൊക്കെ അഭിനയിക്കുന്ന കൂട്ടത്തിലാ. ഞാൻ സിനിമാ ഡയറക്ടർ അല്ല, കൈത്തറി വികസന കോർപ്പറേഷൻ ഡയറക്ടറാ. എന്റെ കൈ തരിക്കുന്നത് കളയാ. തല മൂടിക്കിടന്ന മനസ്സിലാവില്ലെന്ന് വിചാരിച്ചല്ലടാ റാസ്കൽ. തല ഇവിടാ. അപ്പൊ ഇതെന്താ? ഇന്ന വടി പിടി. ഇടങ്കാലി വെക്കല്ലേ ചേച്ചി. സർ, പോലീസ് സെർച്ചിന് വന്നിട്ടുണ്ട്. ഇയാളെ ഇവിടുന്ന് മാറ്റണം. ഡോക്ടർ, പോലീസ് സെർച്ചിന് വന്നിരിക്കുന്നു. സെർച്ചിനോ? അവർ വാർഡിലെല്ലാം കയറി ഇറങ്ങുന്നു. ഹോസ്പിറ്റലിൽ കയറാൻ അവർക്ക് ആരാ പെർമിഷൻ കൊടുത്തത്? ഡോക്ടറുടെ ഹസ്ബൻഡും ഉണ്ട്. മഹേട്ടനോ? അതെ. നിങ്ങൾ ഇവിടുത്തെ ഡോക്ടറാണ് അല്ലേ? പൊക്കോ. ഇതെങ്ങനെ മനസ്സിലായി? അതാടോ ദാസപ്പൻ. നിക്ക്, നിങ്ങൾ ഇവിടുത്തെ അല്ല, നേഴ്സാണ്? വനിതാ പോലീസാ. ആ, വനിതാ പോലീസിന്റെ യൂണിഫോം ഒക്കെ എപ്പം മാറ്റി? വാ. എന്താ മഹേട്ട പോലീസ് സെർച്ച്? ഇതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ അല്ലേ? അതുകൊണ്ട് പോലീസിന് സംശയം തോന്നിയാൽ ഏത് ഹോസ്പിറ്റൽ സെർച്ച് ചെയ്യാം. എന്ത് സംശയം? ഇന്നലെ രാത്രി എന്റെ വെടിയേറ്റൊരു തീവ്രവാദി രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ ഹോസ്പിറ്റൽ അല്ലേ? ഏകവചനം ഉപയോഗിച്ചാൽ മതി, ബഹുവചനം വേണ്ട. വെടിയേറ്റ് ആരെങ്കിലും ഈ ഹോസ്പിറ്റലിൽ വരുമോ? ഞാൻ മഹേട്ടന്റെ ഭാര്യയാണെന്ന് അവർക്കറിയില്ലേ? പിന്നെ നമ്മുടെ കല്യാണക്കുറി അടിച്ച് ആദ്യം കൊടുത്ത തീവ്രവാദികൾക്കല്ലേ? എന്തായാലും ഇത് ഹോസ്പിറ്റലിൽ ഒരു ഇൻസൾട്ട് ആയി. ഏയ്, ഇന്നലെ നാളെ കാണുന്നത്. അറിയിക്കണം. ആ, അറിയിക്കണം ഇവര്. ആ, പോട്ടെ. ഇവിടെ ഒരു രോഗികൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. ആ. CI മഹാദേവന്റെ കയ്യിൽ നിന്നും ഒരു തീവ്രവാദി രക്ഷപ്പെട്ടിട്ടില്ല. മൈൻഡ് ഇറ്റ്. സാർ, ഇവിടെ എങ്ങും ഒരുത്തം പോലും ഇല്ല സാർ. Come on. വരട്ടെ. സാർ, ഇനി നമുക്ക് ആ ജനറൽ ഹോസ്പിറ്റലിൽ സെർച്ച് ചെയ്യാം സാർ. അതെന്താ? ഒരു മാസമായി എലിപ്പനി പിടിപെട്ട് എന്റെ രണ്ടാമത്തെ പേരുടെ അച്ഛൻ അവിടെ കിടപ്പുണ്ട്. എപ്പോഴാ തട്ടിപ്പോണെന്ന് പറയാൻ പറ്റില്ല. നമുക്കൊന്ന് കാണാൻ ചെയ്യാലോ. നീ എന്തെങ്കിലും തട്ട് വാങ്ങിക്കും. വണ്ടി കയറോ. അവൻ ഒരിക്കലും നന്നാവത്തില്ലടി. നിനക്ക് പറഞ്ഞാലൊട്ട് മനസ്സിലാകത്തുമില്ല. നിന്നെ ഓർത്തിട്ട് ഞാൻ എല്ലാം ക്ഷമിക്കുന്നത്. ആ നേരത്തെ നിനക്ക് ഫോൺ ചെയ്യാമായിരുന്നില്ലേ? ഹോസ്പിറ്റൽ ബോർഡ് ചെയർമാന്റെ മരുമകൻ സ്വന്തം ഹോസ്പിറ്റലിൽ സെർച്ചിന് വന്നിരിക്കുന്നു. സ്വാമിയേ ശരണോ അയ്യപ്പോ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇതിന്റെ പ്രതിവിധി എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ടൊന്നുമല്ല. കഴിഞ്ഞത് കഴിഞ്ഞില്ലേ, ഇനി എന്തിനാ അതൊക്കെ പറയുന്നേ? അവന്റെ കോമാളിത്തരം കാണാൻ എന്നെ കിട്ടില്ല. അപ്പം ആ തള്ള എവിടെ? ഞാനിവിടെ ഉണ്ട്. കുറെ നേരമായാലും അവനെ പറ്റി പറയാൻ തുടങ്ങിയിട്ട്. ഇതിന് മാത്രം അവൻ എന്ത് തെറ്റാ ചെയ്തത്? ഓ, നിങ്ങളെ മോൻ കാണിച്ച എന്റെ സ്വാമി പോക്കിട്ട് കേൾക്കണമല്ലേ? അച്ഛാ, നീ മിണ്ടരുത്. മോന്റെ അറിയണേ തള്ളയും കൂടെ അറിയട്ടെ. ഞാൻ അവനെ പറ്റി തള്ളയാ. എനിക്ക് അവനെ പറ്റി കൂടുതൽ ഒന്നും അറിയേണ്ട കാര്യമില്ല. ഈശ്വരനെ വിചാരിച്ച അകത്ത് പോ. ഞാനെതിനകത്ത് പോണേ. എന്റെ മോൻ നിർബന്ധിച്ചിട്ട് അവന്റെ കൊച്ചിനെ നോക്കാൻ ഞാൻ അവിടെ നിൽക്കണ്ട്. അല്ലാതെ ഇയാളെ സ്വത്തുമണ് കണ്ടിട്ടൊന്നുമല്ല. കൊച്ചിനെ നോക്കാൻ ഇവിടെ 150 ആളെ കിട്ടും. നിങ്ങൾ പോകണല്ലേ? അച്ഛാ പ്ലീസ് അച്ഛാ. അമ്മേ, എന്റെ മോന് വരെയും നിലയില്ലാത്തടത്ത് എനിക്കെന്താ കാര്യം? ഞാൻ പോയേക്കാം. പോ 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 പോ. അമ്മേ, ദേ അച്ഛന്റെ ഫോൺ. ചെല്ല് ചെല്ല്. പഞ്ചാര വാക്കൊന്നും ക്ഷമ ചോദിക്കാനായിരിക്കും. ഓ എന്റെ സ്വാമി, എന്താ നോക്കുന്നേ? കൊച്ചു വിശ്വാസം. ദൈവമേ, രാവിലെ ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ എന്റെ പുന്നാര മോന്റെ മുഖം കാണാൻ ഇടവരുത്തേ. അവൻ ഇവിടെ ഒന്നുമില്ല, പുറത്തേക്ക് പോയി. ഓ, നിനക്ക് എന്നെ മുറിയിലിട്ട് ഞാൻ പോട്ടായിരുന്നു. കണ്ടോ അവൻ പുറത്തേക്ക് പോകുന്നത്? നീ ഒന്നും കാണില്ല. എന്റെ ഡെഡ് ബോഡി കാണുമ്പോഴേ നിനക്ക് തൃപ്തിയാവും. മനുഷ്യരായ എന്നെങ്കിലും മരിക്കും. ഇന്ന് നീ, നാളെ ഞാൻ. അതൊന്ന് തിരിച്ചിട്ടൂടെ? ഇന്ന് നിങ്ങൾ, നാളെ ഞാൻ. ഓ, എന്തൊരു വേദാന്തം. വേതാള തള്ള. മോനെ ഫൽഗുണ. പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ എന്നെ പുറകിന്ന് വിളിക്കരുത്. എടാ, നിന്റെ മോൻ ഫൽഗുണം പാലിന് പോയിട്ട് കണ്ടില്ല, അതാ വിളിച്ചത്. ഞാൻ അവനെ കാണരുതേ എന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാൻ നിൽക്കുക. നിങ്ങൾ എന്തിന് പാല് കുടിക്കുന്നു? ദിവ്യ ഉണ്ണിയാവാനോ? ദൈവമേ. അനിയ, എന്റെ മോൻ എവിടെ കാണി കണ്ടോ? വിളിക്കണം. വേണ്ട വേണ്ട, ഞാൻ കണ്ടോളാം. ഓ ശരി. ഓ, അങ്ങോട്ട് പോകാനും വയ്യല്ലോ. എന്താ ചെയ്യ? ഇനി ആ നശിപ്പിന്റെ മോഹം കാണണ്ടല്ലോ. സോറി സോറി. അച്ഛാ, ഇനി താൻ കല്ല് കൈകൊണ്ട് തുടങ്ങും. പോയി 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 പോയി.